ഉം, എൻ്റെ പേര് ബേസിൽ. ഞാനാണ് ട്രെയിനിങ് കോർഡിനേറ്റ് ചെയ്യുന്നത്, ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. ഞാനാണ് ട്രെയിനർ. ഓക്കെ, നമുക്കൊരു 2-3 മിനിറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, നമസ്കാരം സാർ. ഹായ്, നമസ്കാരം ഗോപാൽ സാർ. ശരി, ഓക്കെ. എന്ത് ചെയ്യുന്നു സാറ്? സാറ് ചാറ്റ് ജി പി ടി എന്താണ് ചാറ്റ് ജി പി ടി പിക്ക് ചെയ്യാനുള്ളൊരു കാരണം എന്താണ്? ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ചാറ്റ് ജി പി ടി ഇപ്പൊ മോഡേൺ ഇറയില് ഏറ്റവും കൂടുതൽ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണല്ലോ ഈ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. തീർച്ചയായിട്ടും, അതെ. അപ്പൊ ഇനി മുതൽ നമ്മൾ വയസ്സായി എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്ന കാര്യമില്ല. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബാച്ച് കണ്ടക്ട് ചെയ്തപ്പോൾ അത്യാവശ്യം ഒത്തിരി ഒത്തിരി ആൾക്കാർ ഈ ഒരു ഏജ്ഡ് ആയിട്ടും അല്ലാത്ത പല. ആൽബിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഞാൻ ആ ചാറ്റ് ജി പി ടിയെ കുറിച്ച് കൂടുതലും അറിയാൻ വേണ്ടിയാണ് ചൂസ് ചെയ്തത്. ഇപ്പൊ എന്ത് ചെയ്യുന്ന ആൽബിൻ? ഞാനിപ്പം AI പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്താണ് പഠിക്കുന്നത്? ജസ്റ്റ് ഒന്ന്. AI മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ്. ഓക്കെ, ടെക്നിക്കൽ കോഴ്സാണ്, അതായത് പ്രോഗ്രാമിംഗ് പൈത്തൺ ഒക്കെ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ആണോ? പ്രോഗ്രാമിംഗ് കോഴ്സാണ്. ഓക്കെ, ഓക്കെ, cool, cool. ഗൗതമി ചെയ്യാൻ പറ്റുമോ? ഹലോ സർ. ഹലോ. ഹായ്. സർ, എൻ്റെ പേര് ഡോക്ടർ ഗൗതമി. I'm Okay. actually an Ayurvedic doctor. Currently, I'm working for a non-profit organization. Okay. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ബേസിക്കലി ഞാൻ ഓർഗനൈസേഷനിൽ ചെയ്യുന്ന വർക്കുകളെല്ലാം തന്നെ റിസർച്ച് വർക്ക്സ് ആണ്, ആയുർവേദമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ളത്. I'm using ChatGPT for my works. So I joined this course because I want to know more about ChatGPT. Okay. How I can get more refined data. Right. Yeah, for those purpose. Yes, thank you. Great. അപ്പോൾ വേറെ ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ, എന്തെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. നമ്മള് അധികം സമയം നമ്മളൊരു ശരി. ഗുഡ് ഈവനിങ് സർ. ഞാനൊരു റിസർച്ച് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം റിസർച്ചിൽ കുറച്ച് പേപ്പർ റൈറ്റിങ്ങിലൊക്കെ ചാറ്റ് ജി പി ടി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിൽ ജോയിൻ ചെയ്താൻ കാരണം. മെയിനായിട്ട് ഇപ്പോഴത്തെ യങ് ജനറേഷനൊക്കെ ചാറ്റ് ജി പി ടി ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ ആരെങ്കിലും ഫൈനൽ? ഹലോ സർ. സർ, ഈ ആപ്പ് ഡെവലപ്മെന്റിനൊക്കെ കോട്ട്ലിൻ പോലത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യാനേ AI വഴി സാധിക്കും? യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്താണ് മിലിൻ പറഞ്ഞത്? സർ, കോട്ട്ലിൻ പോലത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടല്ലോ ആപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള. ഓക്കെ, അത് AI ബേസ്ഡ് ആണോ? കോപ്പൈലറ്റ്? അതെ അതെ, AI യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. കോപ്പൈലറ്റ് ആക്ച്വലി AI ആണ്. കോപ്പൈലറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് AIയുടെ APIs ആണ്. അത് യൂസ് ചെയ്തിട്ടാണ് അത് നമുക്ക് കോഡ് സജസ്റ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആക്ച്വലി അത് ചാറ്റ് ജി പി ടി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. മിലിൻ ഉദ്ദേശിച്ചത് നമ്മുടെ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന എഡിറ്ററായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് ആണെങ്കിൽ കോപ്പൈലറ്റ് നല്ലൊരു ടൂൾ തന്നെയാണ്. ഞാൻ പലപ്പോഴും ചാറ്റ് ജി പി ടി ഉപയോഗിക്കുക, ഞാൻ കോഡിങ് ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും ചാറ്റ് ജി പി ടി ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ഒരു ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതല്ലാതെ ഞാനിപ്പോ ജസ്റ്റ് ആപ്പ് ഡെവലപ്മെന്റ് ജസ്റ്റ് യൂട്യൂബ് വഴി പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ AI വഴി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതിൻ്റെ ഒരു ഇൻപുട്സ് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. നല്ല രീതിയിൽ നല്ല സ്പീഡിൽ ഒരു 2 times സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. അത്ര ഓക്കെ. അപ്പോൾ സർ, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിംഗ് പോലത്തെ ഇതൊക്കെ AI വഴി ചെയ്യാൻ പറ്റില്ല? അത് നമുക്കൊന്ന് കവർ ചെയ്യാം.
സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യങ്ങളും നമുക്ക് cover ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഗുഡ് ഈവനിങ് സർ. എനിക്കൊന്ന് ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ? Can I Yes. introduce? My name is പ്രസാദ് നായർ. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, I am trainer for data science and artificial intelligence, ജാവ ഒക്കെ ട്രെയിൻ ചെയ്ത് കുട്ടികൾക്ക് പ്ലേസ്മെന്റിന് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ടെക്നോപാർക്ക് കമ്പനീസിലൊക്കെ ഇപ്പോൾ റിക്വയർമെന്റ് AI ബേസ്ഡ് ആയിട്ടുള്ള കോഡിംഗ് ആണ് അവർ ചോദിക്കുന്നത്. AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ആനിമേഷൻ, AI ബേസ്ഡ് ആയിട്ടുള്ള മറ്റേ റെസ്യൂം മേക്കിംഗ്, ഈവൻ ഇതിലെല്ലാം AI എങ്ങനെയെങ്കിലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഈവൻ റെസ്യൂം മേക്കിങ്ങിലും, ഈവൻ ജോബ് സീക്കിംഗ് യൂസിങ് AI, ഇന്റർവ്യൂ സ്കിൽസ്, അതിനൊക്കെ നമുക്ക് AI ഉപയോഗിക്കാൻ പറ്റും. ആനിമേഷൻ, റെസ്യൂം മേക്കിങ്ങിലും ഇപ്പൊ അവര് ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. റെസ്യൂമെ പ്രിപ്പറേഷൻ ഒക്കെ പോസിബിൾ ആണ്. പിന്നെ ജോബ് ആപ്ലിക്കേഷൻസ് ഒരു പരിധി വരെ പോസിബിൾ ആണ്. അത് ഇപ്പോൾ ലിങ്ക്ഡിൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ്റെ പ്രീമിയം ഫീച്ചർ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട് AI സർവീസസ് ഒക്കെ. ഓക്കെ, കണ്ടന്റ് ക്രിയേഷൻ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെ AI ബോട്ട്സ് ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ ഫാർമർ സൈഡിനകത്ത് എന്തൊക്കെ AI സർവീസ് അവൈലബിൾ ആണ്, നമുക്ക് അതെങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ എഡ്യൂക്കേഷൻ, കരിയർ ഡെവലപ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളിൽ എങ്ങനെ AI യൂസ് ചെയ്യാം. പിന്നെ ട്രാവൽ കമ്മ്യൂണിക്കേഷൻ, നമുക്കിപ്പോൾ ഒരു ട്രിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതുപോലുള്ള കാര്യങ്ങളിൽ നമുക്ക് AI സപ്പോർട്ട് എങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു കോഴ്സിനകത്ത് പ്ലാൻ ചെയ്യുന്നത്. നമ്മളൊരു യൂസ് കേസ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ പരമാവധി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പല പല യൂസ് കേസസ് തന്നെ നമുക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ അത് എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് സ്യൂട്ടബിൾ ആവണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺസേൺ ഉള്ളവർക്കൊന്ന് മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അവസാനിപ്പിച്ചാലോ? നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം ടോപ്പിക്സിലേക്ക്. എല്ലാവരും ജെമിനിയും ChatGPTയും യൂസ് ചെയ്ത് തുടങ്ങാം. യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക അതിൻ്റെ ഒരു ആൻസർ. ഞാനിത് നമ്മുടെ LMSനകത്ത്, അതായത് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. നിങ്ങൾ മനോരമ ഹൊറൈസണിനകത്ത് ലോഗിൻ ചെയ്യുമ്പോൾ കോഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ, ChatGPT കോഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലൈവ് സെഷൻ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ റെക്കോർഡിംഗ് കാണാൻ പറ്റും. അതായത് ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻ മീറ്റിംഗ് ഓപ്ഷൻ കണ്ട സ്ഥലത്ത് വീഡിയോ റെക്കോർഡിംഗ് കാണാൻ പറ്റും. അത് ഉടനെ അല്ല, ഒരു 2-3 മണിക്കൂറിന് ശേഷമായിരിക്കും വീഡിയോ റെക്കോർഡിംഗ്, ഇന്നത്തെ റെക്കോർഡിംഗ് അവൈലബിൾ ആവുക. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഞാൻ കൈയോടെ അപ്ലോഡ് ചെയ്തേക്കാം. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അത് അൻസോ അയച്ചിട്ടുണ്ട് ചാറ്റിൽ. അതായത് വാട്സാപ്പ് ചാറ്റിലാണ് അയച്ചേക്കുന്നത്. എല്ലാവരും വാട്സാപ്പിലുണ്ടോ? വാട്സാപ്പിൽ ഇല്ലാത്തവരൊന്ന് ഹൊറൈസണായിട്ട് കണക്ട് ചെയ്തിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ നമ്മുടെ സൂം ചാറ്റിനകത്ത് ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് ഫോമാണ് ഒന്ന് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇഷാൻ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നേരത്തെ എന്തോ ചോദിച്ചൊരു ചോദ്യം ഞാൻ വിട്ടുപോയിരുന്നു. ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ ഫീഡ്ബാക്ക് ചെയ്യണോ? ക്ലാസ് കഴിഞ്ഞ് ഫീഡ്ബാക്ക് തന്നാ മതിയോ? ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്ക് ആണ് ഫീഡ്ബാക്ക് ഫോമിൽ ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പൊ ചെയ്യണോ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യണോ? ക്ലാസ് കഴിഞ്ഞ് എപ്പോഴും ചെയ്താൽ മതി. ഓക്കെ, വാട്സാപ്പിൽ ലിങ്ക് ഉണ്ട്, ചെയ്താൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു സർ. See you. Yes, sir. ഗുഡ് നൈറ്റ് സർ. Bye-bye. Thank you, sir. Good night. Good night. Hello, good night, sir. Good night.